2025 റിലീസായ ദ ബെസ്റ്റ് മാൻ എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചൈനീസ് കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഥ തുടങ്ങുന്നത് ചൈനയിലെ തന്നെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ഫാമിലി കാണിച്ചുകൊണ്ടാണ്. ആ ഫാമിലിയുടെ പേര് ചെൻ ഫാമിലി എന്നാണ്. അവിടെ ഇപ്പോൾ അവർ ആകെപ്പാടെ പ്രതിസന്ധിയിലാണ്. ആ ഒരു ഫാമിലിയുടെ അടുത്ത അനന്തരാവകാശിയായി സു എന്ന ഒരു പയ്യനാണ് വരേണ്ടത്. പക്ഷേ സു ചില കാര്യങ്ങൾ കൊണ്ട് ഫാമിലി വിട്ടു മാറി നിൽക്കുന്നു. ഒരു 3 മാസത്തിനുള്ളിൽ സു തിരിച്ച് നാട്ടിലേക്ക് എത്തി കാര്യങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ കുടുംബത്തെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരം സുവിന്റെ ഇരട്ട സഹോദരനായ യുവിലേക്ക് പോകും. യു ആകട്ടെ എത്രയും പെട്ടെന്ന് ഈ അധികാരം തന്റെ കയ്യിലേക്ക് എത്തണം. സുവിന് അധികാരം കിട്ടരുത് എന്ന ഒരു ചിന്തയുമാണ് ഉള്ളത്. ഇത്രയും വലിയ സൗകര്യവും അധികാരവും ഒക്കെ വേണ്ടെന്ന് വെച്ച് എവിടേക്കാണ് സു പോയിരിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ആ നാട്ടിൽ തന്നെ മറ്റൊരിടത്ത് ആൾമാറാട്ടം നടത്തി കഴിയാണ്. അവിടെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫായി വേഷം മാറി കഴിയുന്ന അവന് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് അവന്റെ അമ്മയുടെ ദുരൂഹ മരണത്തെ പറ്റിയുള്ള ചില സത്യങ്ങൾ കണ്ടെത്തണം എന്നതാണ്. ആ സത്യങ്ങൾ കണ്ടെത്തിയ ശേഷം മാത്രമേ താൻ തിരിച്ച് തന്റെ കുടുംബത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് പോകൂ, അല്ലാതെ താൻ അങ്ങോട്ട് പോവില്ല എന്നതാണ് അവന്റെ തീരുമാനം. അവൻ ഇത് കണ്ടെത്തിയാലും ഇല്ലെങ്കിലും 3 മാസത്തിനകം തിരിച്ച് കുടുംബത്തിലെത്തിയാൽ മാത്രമേ അവൻ അധികാരം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ കണക്ക് സൂവിന്റെ ഇരട്ട സഹോദരനായ യുവിനായിരിക്കും ആ അധികാരം കിട്ടുക. അങ്ങനെ സു ഇവിടെ സെക്യൂരിറ്റിയായി നിൽക്കുന്നത് ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായ മെയ്ക്ക് തന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം എന്നൊരു സൂചന ലഭിച്ചതുകൊണ്ടാണ്. പക്ഷെ നേരിട്ട് അവരോട് ചെന്ന് ചോദിക്കാതെ നൈസായി അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അങ്ങനെ അവൻ തക്കതായ ഒരു അവസരം നോക്കി നിൽക്കായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവന്റെ ബോസായ മെയ് ഒരു അപകടത്തിൽ പെടുന്ന കാഴ്ച സു കാണുന്നത്. വേഗം തന്നെ അവളെ ആക്രമിക്കാൻ നോക്കിയവരിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുന്നു. അന്നാണ് തന്റെ ഹോട്ടലിലെ ഒരു സ്റ്റാഫായ സുവിന് ആദ്യമായി മെയ് ശ്രദ്ധിക്കുന്നത്. കൂടാതെ അവൻ ഒരു സാധാരണ യുവാവല്ല, അവന് പല കാര്യങ്ങളിലും അഗാധമായ നോളജ് ഉണ്ട് എന്നത് അവൾക്ക് മനസ്സിലാവുന്നു. കാരണം അവൾക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ള ആന്റിക് പീസസ് കളക്ട് ചെയ്യുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത്തരം ഒരു ഫേക്കായ കച്ചവടത്തിൽ പെട്ടുപോവേണ്ടിയിരുന്ന അവളെ അവനാണ് രക്ഷപ്പെടുത്തുന്നത്. അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് അവനെ വളരെയധികം ശ്രദ്ധിക്കാനായി തുടങ്ങുന്നു. കൂടാതെ മെയ്യെ വിവാഹം കഴിക്കണമെന്ന് ശല്യം ചെയ്ത പിറകെ ലിൻ എന്നൊരാൾ നടക്കാറുണ്ടായിരുന്നു. ലിന്നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനും മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മെയ് അവളിപ്പോ ഇംപ്രസ്ഡ് ആയിരിക്കുന്ന സൂവിനോട് അവളുടെ ഹസ്ബൻഡായി അഭിനയിക്കാനായി ഒരു റിക്വസ്റ്റ് നടത്തുന്നു. ചുമ്മാതല്ല, അതിനുവേണ്ടി അവന് നല്ലൊരു ക്യാഷും അവൾ ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇവനൊരു സാധാരണ യുവാവാണ്. അതായത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പാടുപെടുന്ന ഇവന് ഇത്രയും കാശ് ഓഫർ ചെയ്താൽ തീർച്ചയായും അവനത് കേൾക്കുമെന്ന ഒരു കോൺഫിഡൻസിലാണ് അവൾ അത് ചെയ്യുന്നത്. ഇതേ ടീം അവന് കാശല്ല വേണ്ടിയിരുന്നത്, മറിച്ച് അവൻ അറിയേണ്ട ചില സത്യങ്ങൾ അത് ഈ മെയ് വഴി കണ്ടെത്താൻ സാധിക്കുമെന്ന ആ ഒരു തോന്നലിന്റെ പുറത്ത് അവൾ നൽകുന്ന ഓഫർ സ്വീകരിക്കുന്നു. അങ്ങനെ അവൻ അതിനെ സമ്മതിച്ചത് പ്രകാരം അവന് കുറച്ച് ക്യാഷ് അഡ്വാൻസ് ആയി മെയ് നൽകുന്നുണ്ട്. അവൻ ആ കാശ് എന്തിനാ? അതുകൊണ്ട് തന്നെ തന്റെ സഹപ്രവർത്തനായി കൂടെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരു വൃദ്ധനുണ്ട്. പുള്ളിക്കാരന്റെ ലൈഫിൽ ഭയങ്കര കഷ്ടപ്പാടാണ് എന്ന് ഇവിടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലായിട്ടുണ്ടായിരുന്ന അവൻ ആ കാശ് അയാൾക്ക് കൊടുക്കുന്നു. അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇവൻ എവിടെ നിന്ന് ഇത്ര കാശ് കിട്ടിയെന്നൊന്നും ആൾക്കറിയില്ലെങ്കിലും അവൻ സഹായിക്കാൻ നോക്കിയ ആ ഒരു മനസ്സിന്റെ പുറത്ത് നന്ദി പറയുന്ന ആ വൃദ്ധൻ അവന് തിരിച്ചൊരു സന്തോഷത്തിന് ഒരു ബ്രേസ്ലെറ്റ് ആണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. കണ്ടാൽ വളരെ സാധാരണ കണക്കിരിക്കുന്ന ആ ഒരു ബ്രേസ്ലെറ്റിന് പക്ഷെ അവന്റെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻസ് വരാനായി ഉണ്ടായിരുന്നു. അത് വാങ്ങി കയ്യിൽ ചുമ്മാ കാഷ്വലായി ഇടുമ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. ഇതേ ടീം തന്റെ ബ്രദറായ സു എവിടെയാണുള്ളതെന്ന കാര്യങ്ങൾ കണ്ടെത്തുന്ന യു ആകട്ടെ അവൻ ഒരിക്കലും ജീവനോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്തരുത്, എത്തിയാൽ തനിക്ക് അധികാരം കിട്ടില്ല, അവൻ എങ്ങനെയും ഇല്ലാണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അപ്പോഴേക്കും എന്തോ ഒരു കാര്യം കൊണ്ട് സൂവിനെ തന്റെ ഹസ്ബൻഡായി അഭിനയിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്ന മെയ് അവളുടെ പേരൻസിന്റെ മുന്നിൽ ഇവനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പരിചയപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ഹോട്ടലിൽ വെറും ഒരു സ്റ്റാഫായി അവൾ കല്യാണം കഴിക്കുന്നതിനെ അവർ എതിർക്കുന്നുണ്ട്. ഈ ഒരു കാര്യം അറിയുന്ന ലിന്നും ആകെ കലിപ്പിലാവുന്നു. എന്നെ തഴഞ്ഞിട്ട് അവൾ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കല്യാണം കഴിക്കുന്നു എങ്കിൽ അങ്ങനെ വെറുതെ വിട്ട എനിക്ക് എന്ത് നിലയും വിലയുമായിരിക്കും പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായും അവളെ ഞാൻ തന്നെ കല്യാണം കഴിക്കും എന്നുറപ്പിക്കുന്ന അവൻ മെയ്യുടെ അമ്മയുടെ സഹായത്തോടു കൂടി തന്നെ അവരുടെ സ്ഥാപനത്തിൽ അവന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഡിസ്കസ് ചെയ്യാനെന്ന രീതിയിൽ വിളിച്ചു വരുത്തുകയും അവൾക്ക് ആൽക്കഹോൾ ഒട്ടും പറ്റില്ല, അത് കുടിച്ച് അവൾ പെട്ടെന്ന് ഫിറ്റ് ആവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവളെ കൊണ്ട് നിർബന്ധിച്ച് ആൽക്കഹോൾ കുടിപ്പിക്കുകയും അങ്ങനെ മെയ്യുടെ അമ്മയുടെ സഹായത്തോടു കൂടി തന്നെ അവളെ ബെഡ്റൂമിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവളെ മിസ്യൂസ് ചെയ്ത് അതിന്റെ പേരിൽ അവളെ ഭീഷണിപ്പെടുത്തി താനുമായുള്ള കല്യാണത്തിലേക്ക് അവളെ എത്തിക്കാം എന്ന് ലിൻ പ്ലാൻ ചെയ്യുന്നു. അവൻ അതിനെ അവളെ ആ ഒരു അവസ്ഥയിൽ ഉപദ്രവിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് സൂ എത്തുകയും ലിന്നിനെ തടയുകയും ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസമായിട്ട് ഹോട്ടലിൽ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അവിടെയുള്ള ഫുഡിന്റെ ക്വാളിറ്റിയായി ബന്ധപ്പെട്ട് കുറച്ച് പയ്യന്മാര് അനാവശ്യമായി അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിലും സു ഇടപെട്ട് മെയ്യെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയൊരു അടിപിടി അവൻ ഉണ്ടാക്കേണ്ടി വരുന്നു. ആ ഒരു സമയത്ത് കയ്യിൽ നിന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് ഊരി പോകുന്നുണ്ട്. പിന്നീട് ആ അടിപിടിക്ക് ശേഷം അതെടുത്ത് അവൻ തിരിച്ച് കയ്യിലേക്ക് ഇടുമ്പോൾ ഇത് മെയ്യുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവളെ ഹെൽപ്പ് ചെയ്യുന്ന മാനേജർ ശ്രദ്ധിക്കുന്നു. അയാൾ ആ ബ്രേസ്ലെറ്റ് കണ്ടപാടെ ആകെ ഒന്ന് ഷോക്ക് ആവുന്നത് നമുക്ക് കാണാം. ആ ബ്രേസ്ലെറ്റിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ കഥയുണ്ട് എന്നത് സാരം. എന്തായാലും അതെന്താണെന്ന് ഇപ്പൊ അറിയില്ല. പിന്നീട് ലിൻ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്ന മെയ് താൻ സൂവിനെ തന്നെയാണ് വിവാഹം കഴിക്കുക എന്ന് ഉറപ്പിച്ചു. അങ്ങനെ അവരുടെ കോൺട്രാക്ട് മാരേജിനുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ അവൾ സെറ്റിൽ ചെയ്യുന്നു. കോൺട്രാക്ട് മാരേജ് ഇവരെ സംബന്ധിച്ചാണ്, പുറമേ നിന്നുള്ളവർക്ക് ഇവർ റിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിലാണ്. അങ്ങനെ ഒരേ റൂമിൽ സ്റ്റേ ചെയ്യേണ്ടി വരുമ്പോൾ അവളെ സംബന്ധിച്ച് ജസ്റ്റ് അവളുടെ എന്തോ ആവശ്യങ്ങൾക്ക് അവൾ കാശ് കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്ന അവളുടെ കോൺട്രാക്ട് ഹസ്ബൻഡ് എന്ന ലേബലെ അവൾ അവന് നൽകുന്നുള്ളെങ്കിലും അവൻ അവളുടെ കൂടെ കൂടിയിരിക്കുന്നത് അവൻ അറിയേണ്ട ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെയുള്ള സമയത്തൊക്കെ തന്നെ അവൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ ഇവൻ താഴെ കിടക്കുമ്പോൾ ഇവന്റെ ചിന്ത മുഴുവൻ എങ്ങനെ തനിക്ക് അറിയേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാം എന്നതാണ്. അതിനായി അവൾ അറിയാതെ ചില അന്വേഷണങ്ങളും അവൻ പാരലായി നടത്തുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ചില കാര്യങ്ങൾ നടക്കുന്നത്. ഒരു സാധാരണക്കാരനായ വൃദ്ധനായ സഹപ്രവർത്തകൻ എന്ന് കരുതി സൂ സഹായിച്ച ഒരു വൃദ്ധനുണ്ടല്ലോ, ആക്ച്വലി അയാൾ ഒരു സാധാരണക്കാരനായിരുന്നില്ല. അയാൾ മേയുടെ ഫാമിലിയൊക്കെയായി ബന്ധപ്പെട്ട മറ്റൊരു വലിയ ബിസിനസ് ഫാമിലിയുടെ ആളായിരുന്നു. അയാൾ ചില കാര്യങ്ങൾക്കൊക്കെയായി വേഷം മാറി ഇവിടെ അങ്ങനെ ജോലി ചെയ്യുകയായിരുന്നു. ഇവരുടെ സ്റ്റാഫ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇവരുടെ ബിസിനസിന്റെ കാര്യങ്ങളും ചിലത് കണ്ടുപിടിക്കാനായി പണ്ടത്തെ ചില രാജാക്കന്മാര് ഇങ്ങനെ ആൾമാറാട്ടം നടത്തി പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമായിരുന്നു. കാരണം ഒരു രാജാവ് എന്ന രീതിയിൽ അറിയാൻ സാധിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി അവർക്കിടയിൽ നിൽക്കുമ്പോൾ അറിയാൻ സാധിക്കുമെന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ പുള്ളി അങ്ങനെ ഒന്ന് വന്നതാണ്. അന്ന് എത്ര ആത്മാർത്ഥമായിട്ടാണ് സൂ എന്ന സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്തത് എന്നൊക്കെ തിരിച്ചറിഞ്ഞിരുന്ന പുള്ളി ആരാണ് യഥാർത്ഥത്തിൽ സൂ എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം സൂവിന്റെ മുന്നിലേക്ക് എത്തുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ മകളായ ഹാനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഹാനും സൂ ആരാണ്, അവൻ ഏത് ഫാമിലിയിൽ നിന്ന് വരുന്നവനാണ് എന്നതൊക്കെ അറിയാം. അവൾക്കാകട്ടെ അവനോട് ഒരു താല്പര്യവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു അടുപ്പൊക്കെ സൂവിനോട് കാണിക്കാൻ നോക്കുമ്പോൾ മേ കോൺട്രാക്ട് ഹസ്ബൻഡ് ആയിട്ടാണ് സൂവിനെ കൂടെ കൂട്ടിയിരിക്കുന്നതെങ്കിലും അവൾക്ക് വേറൊരു പെൺകുട്ടി അവനോട് അടുപ്പം കാണിക്കുന്നത് കണ്ട് വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. കൂടാതെ ഈ ഒരു കാര്യം കൊണ്ടാണ് ഇദ്ദേഹം കൊടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് കണ്ട് മേയുടെ മാനേജറും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു ബ്രേസ്ലെറ്റ് അദ്ദേഹം ചുമ്മാ സാധാരണ ഒരാൾക്ക് കൊടുക്കില്ല, ഈവൻ സംതിങ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആണെന്ന് ആ മാനേജർക്ക് സൂവിന് ഹാന്റെ അച്ഛൻ ആ ബ്രേസ്ലെറ്റ് കൊടുത്തു എന്ന് കണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു വർഷം മുന്നെയാണ് സൂവിന്റെ അമ്മ മരണപ്പെട്ടത്. ആ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനായി താനും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം അവന് വാക്ക് നൽകുന്നു. ഇദ്ദേഹത്തിന്റെ പേര് യാങ് എന്നാണ്. അങ്ങനെ പിന്നീട് തന്റേതായ രീതിയിൽ മേയ്ക്ക് എന്താണ് തന്റെ അമ്മയുടെ മരണത്തെ പറ്റി അറിയാവുന്നത് എന്നതിനെ പറ്റി ഒരു അന്വേഷണം നടത്താനായി അവൻ നോക്കുമ്പോഴേക്കും അവൾക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒന്നും തന്നെ അറിവില്ല തന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്നൊരു കാര്യം അവൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവൻ ഇവിടെ ഇങ്ങനെ അന്വേഷണം നടത്തുന്നത് ഒരു രീതിയിലും മേയ് അറിയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതിനായി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നു. മേയെ സംബന്ധിച്ച് മുന്നേ ഞാൻ പലതവണ പറഞ്ഞ കണക്ക് അവനൊരു കോൺട്രാക്ട് ഹസ്ബൻഡ് മാത്രമാണ്. അവളായി അവളുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുത്ത് നടത്തിയ ഒരു കോൺട്രാക്ട് മാരേജിലെ വെറും ഒരു ഫേക്ക് ആയ ഹസ്ബൻഡ്. പക്ഷേ ഇങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ പലപ്പോഴും ഇവർക്കിടയിൽ സ്നേഹം മുട്ടിടുന്ന കണക്ക് രണ്ടുപേർക്കും ഉള്ളിന്റെ ഉള്ളിൽ പരസ്പരം അടുപ്പം തോന്നുന്ന കണക്ക് പല സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ തന്നെ റിജക്ട് ചെയ്ത് സൂവിനെ മേയ് കല്യാണം കഴിച്ചത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാത്ത ലിൻ പലപ്പോഴും സൂവിനെ അറ്റാക്ക് ചെയ്യാനായി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ പാളിപ്പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും സൂവിന്റെ അമ്മയുടെ മരണത്തെ പറ്റി അവൻ അന്വേഷിക്കുന്ന ചില കാര്യങ്ങൾ തനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് കാണാമെന്ന് പറഞ്ഞു യാങ് സൂവിനെ അറിയിക്കുന്നു. സൂ ആ ഒരു കോള് കിട്ടിയതിനെ തുടർന്ന് വേഗം തന്നെ യാങ്ങിനെ കാണാനായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം എന്തോ ഒരു വിഷം ശരീരത്തിൽ ചെന്ന് മരിക്കാറായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഇത് കണ്ട് ആകെ പാനിക് ആവുമ്പോഴേക്കും അവന്റെ മടിയിൽ കിടന്ന് മരണപ്പെടുന്ന അദ്ദേഹം എന്റെ പേരക്കുട്ടിയെ നീ നോക്കണം, ഹാനെ നീ നോക്കണമെന്ന് പറഞ്ഞ് അവന്റെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്. അവന് ഭയങ്കര സങ്കടം. കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു യാങ്, അവന് വലിയൊരു സപ്പോർട്ടായിരുന്നു. അദ്ദേഹം മരിച്ചു. അതും താൻ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ചില സത്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു എന്നതിന്റെ പേരിലാണ് അദ്ദേഹം മരിച്ചത്. ഒരുപക്ഷെ തന്റെ ശത്രുക്കൾ താൻ ആ സത്യം അറിയാതിരിക്കാനായി അല്ലെങ്കിൽ തന്നെ സഹായിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിച്ചതാകാമെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ തന്നെ അവന്റെ മനസ്സിൽ തന്റെ അമ്മയുടെ മരണത്തിന് ആരായിരുന്നോ കാരണം അവർ തന്നെയാണ് തീർച്ചയായും മിസ്റ്റർ യാങ്ങിനെയും കൊന്നത്. ആ ഒരു സത്യം അദ്ദേഹം കണ്ടെത്തി തന്നോട് പറയാതിരിക്കാൻ അത് തന്നെയാണ് നടന്നതെന്ന് അവൻ ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് അദ്ദേഹത്തിന്റെ കൊലയാളി എന്ന് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ അവന്റെ വലിയ വലിയ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഫ്യൂണറലിന് ശേഷം യാത്ര ചെയ്യുകയാണ് മേയും സൂവും. ഈ ടീമാണ് എന്റെ അമ്മ ഏതാണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത്. ഇവിടെ നിന്ന് ആഴങ്ങളിലേക്ക് പതിക്കുകയായിരുന്നു. പക്ഷെ അതൊരു സാധാരണ മരണമല്ല, ആരും അമ്മയെ കൊന്നതാ, അത് ഉറപ്പാണെന്നെല്ലാം അവൻ അന്ന് ഈ മരണം നടക്കുന്ന സമയം ആ ഒരു സ്ഥലത്ത് മേയ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഇപ്പൊ അറിയാമെങ്കിൽ അവളത് പറയുമോ എന്നറിയാനേ അവനിങ്ങനെ ജസ്റ്റ് ഒരു സംസാരം അവിടെ നടത്തുമ്പോൾ അവളാകട്ടെ അതൊക്കെ കേട്ടെങ്കിലും അപ്പൊ അവൾക്ക് ഒന്നും തന്നെ താൻ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, അപ്പൊ ആ രീതിക്കാണ് അവൻ ഇവിടെ സംസാരിക്കുന്നത് എന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല. അവൾ കാഷ്വലായി അത് കേൾക്കുന്നു, വിടുന്നു. പക്ഷെ ഈ സമയത്ത് മറ്റൊരു വണ്ടി ഇടിക്കുന്ന കണക്ക് വരുമ്പോൾ വണ്ടി ഇടിക്കാതിരിക്കാനായി വെട്ടിച്ചു മാറ്റുന്ന ടീം നിയന്ത്രണം വിട്ടാതെ അവിടെ മറ്റൊരിടത്ത് ഇടിച്ചു നിൽക്കാണ്. ഈ സമയം തല ചെന്ന ശക്തിയിൽ ഇടിക്കുന്ന മേയ്ക്ക് ഇവിടെ വെച്ച് നടന്ന അവളുടെ ഓർമ്മയിൽ പക്ഷെ ഇപ്പോൾ ഇല്ലാതിരുന്ന ആ ഒരു കാര്യം ഓർമ്മ വരുന്നു. അന്ന് അവൾ ഈ ഒരു മനോഹരമായ സ്പേസിൽ നിന്നുകൊണ്ട് ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്യായിരുന്നു. ആ സമയത്താണ് അവൾ മാറി ഒരു കാഴ്ച കാണുന്നത്. ഒരു ലേഡിയെ ഒരാൾ മലമുകളിൽ നിന്ന് തള്ളിയിടാനായി ശ്രമിക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ച കണ്ട് അവൾ ആകെ ഷോക്കായി. ആ ലേഡി താഴെ വീണ് മരിക്കുകയും ചെയ്തു. അവൾക്ക് ഒന്നും തന്നെ അതിൽ ചെയ്യാനായി സാധിച്ചിരുന്നില്ല. പക്ഷെ അന്ന് ആ ലേഡിയെ തള്ളിയിട്ട ആളുടെ മുഖം ഇപ്പൊ അവൾക്ക് വ്യക്തമായി ഓർമ്മ വരുന്നുണ്ട്. കണ്ടാൽ നമ്മുടെ സൂവിന്റെ അതേ മുഖശാല
ഉണ്ടായ ഒരു കണ്ണടയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവൾക്ക് ആകെ പേടിയാവുന്നു. ഇപ്പോ ആ ഇൻസിഡന്റിന് ശേഷം ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന അവൾ അന്ന് ആ നടന്ന സംഭവത്തിന്റെ ഒരേ ഒരു വിറ്റ്നസ് താനായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കാനായി അന്നത്തെ ആ കൊലയാളി കണ്ണടയൊക്കെ മാറ്റി വേഷം മാറി വന്നിരിക്കുന്നതായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ കാറിൽ പോകുന്ന ടീം അവൻ ഇതേ കാര്യം ഇപ്പോൾ എന്നോട് എനിക്ക് എന്ത് ഓർമ്മയുണ്ടെന്ന് അറിയുന്നു എന്ന രീതിക്ക് സംസാരിച്ചത് എന്നെല്ലാം അവൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവൾക്ക് അപ്പോഴും വ്യക്തമായി അറിയില്ല അന്ന് അവൾ കണ്ട ആ കൊലയാളി സത്യത്തിൽ അവൾ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കണക്ക് അവളുടെ കൂടെയുള്ള സൂ അല്ല, മറിച്ച് അത് സൂവിന്റെ ട്വിൻ ബ്രദറായ യു ആണ് എന്നത്. അതേപോലെ തന്നെ സൂവിനും അറിയില്ല അവന്റെ അമ്മയെ കൊന്നത് അവന്റെ സ്വന്തം സഹോദരൻ തന്നെയാണെന്നത്. അവളാകട്ടെ ഇവനാകെ ഇപ്പോൾ ഇവനാണ് ആ കൊലയാളി തന്നെ അപായപ്പെടുത്താൻ വന്നിരിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആകെ പേടിച്ച് നമുക്ക് നമ്മുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം, എനിക്കിനി നിങ്ങളെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്യാനേ നോക്കുന്നു. ഇങ്ങനെയൊക്കെ അവനോട് ഇപ്പൊ തോന്നിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവൻ അകറ്റാൻ ഇവൾ നോക്കുന്നുണ്ടെങ്കിലും അവൻ കൂടെയുള്ളപ്പോൾ അവൾ എത്ര സേഫ് ആയിരുന്നു, അവൾക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് അവൻ പരിഹരിച്ച് അവളെ സേഫ് ആക്കി മുന്നോട്ട് കൊണ്ടുപോയത് എന്ന കാര്യം കൊണ്ട് അവനോട് ഒരു അടുപ്പം അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വിട്ട് അകലാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിലും ഇങ്ങനെ അവൾക്ക് ഡൗട്ട് തോന്നുമ്പോൾ അവൾ സത്യത്തിൽ ഞാൻ കണ്ട ഇവൻ അങ്ങനെ ഒരു വില്ലനേ അല്ല, ഇവൻ വളരെ നല്ല ഒരാളാണ്, ഇനി എനിക്ക് തോന്നിയതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും, എന്റെ മനസ്സിൽ കയറി കൂടിയത് തെറ്റായിരിക്കുമോ, അതിനെപ്പറ്റി ഒന്ന് അറിയണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അതിനൊപ്പം തന്നെ ഇപ്പൊ അവളുടെ ഹോട്ടലിലും ആകെ പ്രശ്നങ്ങളാവുന്നു. അവളുടെ ഹോട്ടലിന്റെ മേജർ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു മിസ്റ്റർ റാങ്. പക്ഷേ അയാളിപ്പോ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂടാതെ അവൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നൽകിക്കൊണ്ടിരുന്ന ലിന്നും അവൾ തന്നെ കല്യാണം കഴിച്ചില്ല, റിജക്ട് ചെയ്തു എന്ന പേരിൽ അവളോട് ഭയങ്കര ഇഷ്ടക്കേട്ടിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ അവൾ ഭയങ്കര സ്ട്രഗ്ലിംഗിലാണ്. അതുകൊണ്ട് തന്നെ സൂവിനെയും കൂട്ടി അവൾ നേരെ പോകുന്നത് ഹ്വാനെ കാണാനായിട്ടാണ്. ഹ്വാനോട് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. കാരണം യാങ്ങിന്റെ മരണശേഷം അവളാണല്ലോ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അവളാകട്ടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാണെന്നും പക്ഷേ മേ ഇപ്പോൾ കോൺട്രാക്ട് ഹസ്ബൻഡായി കൂടെ കൂട്ടിയിരിക്കുന്ന സൂവിനെ തനിക്ക് വിട്ടു തരികയാണെങ്കിൽ അതിന് തയ്യാറാണെന്നും അറിയിക്കുമ്പോൾ അതിന് ഞാൻ തയ്യാറല്ല എന്ന് സൂ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് നീ മിസ്റ്റർ യാങ്ങിന്റെ മകളാണ്, നീ എനിക്കൊരു സിസ്റ്ററിനെ പോലെയാണ്, ഒരിക്കലും ഒരു വൈഫ് എന്ന രീതിയിൽ എനിക്ക് നിന്നെ കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല, ലവറായി കാണാനും സാധിക്കില്ല എന്നിങ്ങനെ അവൻ അവളെ റിജക്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ സൂവിനെ വിട്ടുകളയാതെ അവനെ സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തിൽ ഇവരുടെ കൂടെ തന്നെ താമസം ഉറപ്പിക്കാനായി ഹ്വാൻ തീരുമാനിക്കുന്നു. ഹ്വാൻ ഇവരുടെ ഒരു ഇൻവെസ്റ്റർ ആയതുകൊണ്ടും ഈ ഒരു സ്വത്തിലൊക്കെ അവൾക്ക് ഷെയർ ഉള്ളതുകൊണ്ടും അവൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, അതായത് അവളുടെ അച്ഛൻ പോലും കൂടെ ഇല്ല, ഇപ്പൊ മരിച്ചിരിക്കല്ല പുള്ളി, ഇപ്പൊ ഒറ്റപ്പെട്ടിരിക്കുന്ന അവൾ എന്നെ നിങ്ങളുടെ കൂടെ താമസിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഫാമിലീസ് അത്ര ബോണ്ടിങ് ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മേയ്ക്ക് ആ ഒരു റിക്വസ്റ്റ് റിജക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ മേയും സൂവും ഒക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് താമസിക്കാനായി എത്തുന്ന ഹ്വാൻ അവിടെ സൂവിൽ അധികാരം സ്ഥാപിച്ചെടുക്കാനായി മാക്സിമം നോക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അസൂയ മൂത്ത് മേയും ഭയങ്കര ഇഷ്ടക്കേട്ടോട് കൂടി അവിടെ പെരുമാറുന്നുണ്ട്. അവൾ പല ഓഫറും നൽകി സൂവിനെ തന്നിലേക്ക് എത്തിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ ഒടുക്കം അവൾ ഒരു കാര്യം തീരുമാനിക്കുന്നു. സൂവിനെയും മേയും സെപ്പറേറ്റ് ചെയ്യുന്നത് അവളുടെ ആവശ്യം പോലെ തന്നെ ലിന്നിന്റെ ആവശ്യമാണ്. അതിനായി കൂട്ടുപിടിച്ച് നോക്കുന്നുണ്ട് ലിന്നിനെ. അങ്ങനെ ലിന്നും അവളും കൂടി ചേർന്ന ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാനായും നോക്കുന്നു. അതിലൊക്കെ തന്നെ മെയ് ആകെ പെട്ടുപോകുമ്പോൾ സൂ തന്നെയാണ് മെയ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇതേ ടീം ഇതൊക്കെ തന്നെ സൂവിന്റെ ട്വിൻ ബ്രദറായ യുവും അറിയുന്നുണ്ട്. യുവിനെ സൂ തിരിച്ചു വരാതെ എങ്ങനെയെങ്കിലും തടയണം. അതിനായി അവനും ഈ ഒരു പ്രശ്നങ്ങളുടെ കുടപിടിച്ച് സൂവിന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും താൻ കാരണം ഇവൾക്ക് പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി അവൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ കോൺട്രാക്ട് അവസാനിപ്പിക്കാമെന്ന് സൂ മേയെ അറിയിക്കുന്നു. മേയ്ക്ക് വന്ന സങ്കടമുള്ള കാര്യമാണ്. സൂവിനെ സംബന്ധിച്ച് സങ്കടമുണ്ട്, പക്ഷേ വേറെ വഴിയില്ല. അവൾ സേഫ് ആയിരിക്കട്ടെ എന്ന് കരുതി അവൻ അതിനെ സമ്മതിക്കുകയാണ്. കാരണം ശത്രുക്കൾ അവനെ ടാർഗറ്റ് ചെയ്ത് അവളെ ഉപദ്രവിക്കേണ്ട എന്ന് കരുതി. ഇവരിങ്ങനെ സെപ്പറേറ്റ് ആവുന്ന ആ ഒരു സമയം ആകെ ഡ്രിങ്ക്സ് അടിക്കുന്ന അവൻ ഫിറ്റായി പോകുമ്പോഴേക്കും ഹ്വാൻ അത് മനസ്സിലാക്കി അവനുമായി ഒരു റൂമിലെത്തി അവിടെ മീഡിയക്കാർ ഇവർ ഒന്നിച്ചുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ ഇവരെ പറ്റി ഒരു ന്യൂസ് സ്പ്രെഡ് ആക്കി അവൻ ആ ഒരു രീതിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന മേയും സൂവും കൂടി ചേർന്ന് ഹ്വാനിന്റെ പദ്ധതികൾ ഇല്ലാണ്ടാക്കുന്നു. അവരങ്ങനെ റിപ്പോർട്ടേഴ്സ് ഹ്വാൻ ഏർപ്പാടാക്കിയത് പ്രകാരം അവിടേക്ക് വരുമ്പോൾ ഹ്വാനെ മാറ്റുകയും അവർ ഒന്നിച്ചുള്ള കണക്കൊരു സീൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കോൺട്രാക്ട് അവസാനിപ്പിച്ച് സെപ്പറേറ്റ് ആവാനായി തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഒന്നിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. പക്ഷെ അത് ജസ്റ്റ് അപ്പോൾ ഈ റിപ്പോർട്ടേഴ്സിന് മുന്നിൽ രക്ഷപ്പെടാം എന്ന രീതിക്കല്ല, മറിച്ച് ഇവർ ഒന്നിച്ചുണ്ടാവാനായി അവരുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവർ ഈ ഒരു തീരുമാനം എടുത്തെന്നേ ഉള്ളൂ. എന്തായാലും അങ്ങനെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പോയ ശേഷം ഹ്വാനോട് ഇനി മേലാൽ നീ എന്നെ നേടാനായി ഇങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, എനിക്ക് ഒരിക്കലും നിന്നെ ആ രീതിക്ക് കാണാൻ കഴിയില്ല, നീ എന്നെ സംബന്ധിച്ച് ഒരു സഹോദരിയെ പോലെ മാത്രമാണെന്ന് അവൻ അപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്ന അവളാകട്ടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നൽകാതാകുമ്പോൾ മേയുടെ സ്ഥാപനം വീണ്ടും പ്രശ്നത്തിലാവുന്നു. ഈ ഒരു സമയം തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് സൂ ആണ് അവൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് അവളെ സഹായിക്കുന്നത്. അത് അവളെ വളരെ ഷോക്ക് ആക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനാണ് ഇവനെന്നാണ് അതുവരെ അവൾ വിചാരിച്ചിരുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇവൻ ചെൻ ഫാമിലിയുടെ അനന്തരാവകാശമാണെന്ന് അറിയുന്നവൾ ചെൻ ഫാമിലിയാണ് അവരുടെ നാട്ടിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കുടുംബം. ആ കുടുംബത്തിൽ ഒരാളാണ് ഇവനെന്ന് അറിയുമ്പോൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഹ്വാനെ തട്ടിക്കൊണ്ട് പോയി ലിൻ ഹ്വാനെ ബന്ദിയാക്കി വെച്ച് സൂവിനോട് വിലപേശുന്നു. ഹ്വാനെ കൊല്ലണ്ടെങ്കിൽ തന്റെ അടുത്തേക്ക് എത്തണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ലിന്നിനെ കാണാനായി സൂ പോകുമ്പോഴേക്കും അവനെയും അടിച്ച് കെട്ടിയിടുകയാണ്. ഇപ്പോ സൂവിനെ ബന്ദിയാക്കി വെച്ച് ഹ്വാനോട് സൂവിനെ കൊല്ലണ്ടെങ്കിൽ നിന്റെ പേരിലുള്ള സ്വത്തൊക്കെ തന്നെ എനിക്ക് എഴുതി തരാനായി ലിൻ ഹ്വാനോട് ആവശ്യപ്പെടുന്നു. അത് കേട്ടപാടെ അവൾ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. അങ്ങനെ ലിൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് സത്യത്തിൽ ഇവിടെ നടന്നത് ഒരു നാടകമായിരുന്നു. ഹ്വാന്റെ അറിവോടുകൂടി ലിൻ ഹ്വാനെ തട്ടിക്കൊണ്ട് പോകുന്ന കണക്ക് ഇവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും താൻ അത് കേട്ട് ഇവിടെ വരികയും തനിക്ക് വേണ്ടി സ്വത്തൊന്നും വേണ്ടാന്ന് വെക്കാൻ പോലും മനസ്സ് കാണിക്കുന്ന ഒരു പെണ്ണാണ് ഹ്വാൻ എന്ന് തന്നെ ബോധ്യപ്പെടുത്തി അങ്ങനെയെങ്കിലും അവളിലേക്ക് തന്നെ എത്തിക്കാൻ
കാണിക്കാനായിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും അടവാണെന്ന് സൂ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ എന്തുടായ്പ് കാണിച്ചാലും സഹോദരിയായി കാണുന്ന ഒരാളോട് ആ ഫീലിംഗ്സിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ പോകുമ്പോൾ ഹ്വാൻ ആകെ സങ്കടത്തിലായിരുന്നു. എന്തായാലും ഇവിടെ ഏറ്റവും വലിയ ചതി നടന്നത് ഹ്വാനിന് തന്നെയാണ്. ഒരു നാടകം കളിക്കാം, ഇതാണ് നമ്മുടെ നാടകം, നാടകത്തിന് ശേഷം സ്വത്തൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ലിൻ തന്ത്രപരമായി ഹ്വാന്റെ കയ്യിൽ നിന്ന് ഒരു നാടകം എന്ന രീതിക്ക് ഒപ്പിട്ട് വാങ്ങിയത് ആക്ച്വലി ലീഗൽ വാലിഡിറ്റി ഉള്ള ഡോക്യുമെന്റ്സ് ആയി മാറ്റിയിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളുടെ സ്വത്തൊക്കെ തന്നെ അവൻ തട്ടിയെടുത്തിരിക്കുന്നു. തന്നെ ഇവൻ തന്ത്രപരമായി പറ്റിച്ചിരിക്കുന്നെന്ന് അപ്പോഴാണ് ലിന്നിന്റെ ചതി ഹ്വാൻ തിരിച്ചറിയുന്നതും. അങ്ങനെ അവളുടെ സ്ഥാപനത്തിൽ നിന്ന് അവളെ തന്നെ അവൻ പുറത്താക്കുന്നു. ചതിക്കപ്പെട്ട അവൾ വേഗം തന്നെ മേയുടെയും സൂവിന്റെയും അടുത്തേക്ക് ചെന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ സഹായിക്കാനായി തയ്യാറാവുന്നുണ്ട്. ഇവരെ രണ്ടുപേരും താൻ ഒരുപാട് ദ്രോഹിച്ചു, എന്നിട്ടും ഇവർ തന്നോട് എന്ത് കാര്യമായി പെരുമാറുന്നു എന്ന കാര്യം കൊണ്ട് അവൾ തനിക്ക് സ്വത്തൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും മേയുടെ സ്ഥാപനത്തിന് താൻ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ സൂവിന്റെയും മേയുടെയും സഹായത്തോടു കൂടി തന്റെ സ്വത്തൊക്കെ ലിന്നിൽ നിന്ന് തിരിച്ചു പിടിക്കാനായും ഹ്വാനിന് സാധിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്ന സമയത്ത് പലപ്പോഴും വീണ്ടും ഇപ്പൊ ഒന്നിച്ചാണുള്ളതെങ്കിലും വലിയ അടുപ്പം കാര്യങ്ങളും മേയ്ക്കും സൂവിനും ഇടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കണക്ക് സാഹചര്യം മേയുടെ അമ്മ തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഇവൻ വലിയ കാശുകാരനാണ് എന്ന് മനസ്സിലാക്കിയ അമ്മ ഇവർ ഒരു രീതിയിലും സെപ്പറേറ്റ് ആവരുത്, തന്റെ മകൾക്ക് പറ്റിയ ഒരു ചോയ്സ് ആണ് ഇവൻ, എങ്ങനെങ്കിലും ഇവനും അവളും ഒന്നിക്കണം എന്ന് കരുതി പലതും ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അത്രയ്ക്കങ്ങ് വർക്ക്ഔട്ട് ആവുന്നുമില്ല. പക്ഷെ അപ്പോഴേക്കും സൂവിന്റെ ഇരട്ട സഹോദരനായ യുവിന് ലിൻ വഴി കാഴ്ച നഷ്ടപ്പെടാനായിട്ടുള്ള ചില വിഷത്തുള്ളികൾ സൂവിന്റെ ശരീരത്തിലേക്ക് എത്തിക്കാനായി സാധിക്കുന്നു. അങ്ങനെ അത് കുടിച്ച് കാഴ്ച നഷ്ടപ്പെടുന്ന ടീം അവന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന മേയെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ അവളെ രക്ഷപ്പെടുത്താനായി അവിടേക്ക് സൂ തന്നെ എത്തുന്നു. ആക്ച്വലി അവൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട കണക്ക് അഭിനയിക്കുക മാത്രമായിരുന്നു. അവന്റെ യഥാർത്ഥ ശത്രു ആരാണ് മറ നീക്കി അയാളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള അവന്റെ ഒരു നാടകം. എന്തായാലും അതിപ്പോ നടന്നിരിക്കുന്നു. തന്റെ ഇരട്ട സഹോദരനായ യു തന്നെയാണ് അതിന് പിന്നിലെന്ന് കണ്ടെത്തി അവന്റെ അടുത്തേക്ക് എത്താനായി അതോടുകൂടി സൂവിന് സാധിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് മേയെ രക്ഷപ്പെടുത്താനായി സൂവിന് സാധിക്കുന്നു. യു അപ്പോഴേക്കും അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്യുന്നു. പക്ഷെ അതിനു മുന്നേ യു മേയുടെ ശരീരത്തിൽ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ ചില ഓർമ്മകളെ നശിപ്പിക്കാനായിട്ടുള്ള മരുന്ന്. അത് അവളെ പിന്നീട് മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുന്ന സമയത്താണ് അവന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവൾക്ക് അന്ന് എന്റെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെ പറ്റി വ്യക്തമായ ഓർമ്മയില്ലാത്തത് തീർച്ചയായും അന്നും ഇതുപോലെ മരുന്ന് അവൾ അതൊക്കെ കണ്ടു എന്ന് അറിഞ്ഞ ശേഷം അവൾ കുത്തിവെച്ചത് കൊണ്ടായിരിക്കും എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ആ മരുന്നിന് വേണ്ട ആന്റിഡോട്ട് അവള് കുത്തിവെക്കുകയും അങ്ങനെ ആ ഒരു മരുന്നിന്റെ എഫക്റ്റില് അവൾക്ക് ലോസ് ആയിട്ടുണ്ടായിരുന്ന മെമ്മറി ഒക്കെ തിരിച്ചു ലഭിച്ച ശേഷം അവളോട് ഈ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ മേ സൂവിനോട് പറയുന്നത് അവനെ കണക്ക് തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് അവനീ പറയുന്നവന്റെ അമ്മയെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതായാണ് അവൾ കണ്ടതെന്ന്. ഒരു കണ്ണാടിയുടെ മാത്രമേ വ്യത്യാസം അന്ന് ആ കൊലയാളിക്കും ഇന്ന് തന്റെ മുന്നിൽ നിൽക്കുന്ന ഇവനും തമ്മിലുള്ളൂ എന്നെല്ലാം അവൾ പറയുമ്പോൾ അത് തീർച്ചയായും തന്റെ ഇരട്ട സഹോദരൻ യു തന്നെയാണെന്ന് അവന് ബോധ്യപ്പെടുന്നു. ഇത് സൂവിനെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അവന്റെ സ്വന്തം സഹോദരൻ തന്നെ അവരുടെ സ്വന്തം അമ്മയെ കൊല്ലുക എന്നത് പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അറിഞ്ഞ സത്യങ്ങളെ പറ്റി യുവിനോട് ചോദിക്കാനായി സൂ പോകുമ്പോൾ അവർക്കിടയിൽ അതൊരു ഫൈറ്റിലാണ് കലാശിക്കുന്നത്. തുടർന്ന് രണ്ടുപേർക്കും പരിക്കേൽക്കുന്നുണ്ട്. രണ്ടുപേരും ഹോസ്പിറ്റലൈസ്ഡും ആവുന്നു. കൂടാതെ ടെമ്പററി മെമ്മറി ലോസും സൂവിന് സംഭവിച്ചിരിക്കുന്നു ഹോസ്പിറ്റലിൽ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന യു ഇപ്പോൾ സൂ അവന്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ സൂവിനെ അവിടെ നിന്ന് മാറ്റി സൂവിനെ പോലെ വേഷം മാറി മേയുടെ അടുത്തേക്ക് ചെല്ലാനായി തീരുമാനിക്കുന്നു. ഒരു കണ്ണടയുടെ ഹെയർ സ്റ്റൈലിലെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ ഇവർക്കിടയിലെ വ്യത്യാസം. കൂടാതെ ഇപ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ സൂവിനെ യുവിനെ പോലെ കണ്ണട വെച്ച് ഹെയർ സ്റ്റൈൽ ഒക്കെ ആക്കി തന്റെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ച് സൂവിനെ പോലെ റെഡിയായി മേയുടെ അടുത്തേക്ക് ചെല്ലുന്ന യു മേ ഉൾപ്പെടെ എന്തൊക്കെ സൂവിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നോ എല്ലാം കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. കൂടാതെ നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാനായി സൂവിന് കണ്ടിന്യൂസ് ആയി ചില മരുന്നുകളും തന്റെ സ്റ്റാഫ് വഴി യു നൽകുന്നുണ്ട്. അങ്ങനെ മേയുടെ കൂടെ സൂവിന്റെ വേഷം കെട്ടി യു കൂടെയുള്ള സമയങ്ങളിൽ അല്ലാത്തൊരു വ്യത്യാസം ഇവന്റെ സ്വഭാവത്തിൽ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അവൾക്കറിയാവുന്ന സൂ ആയിട്ടല്ല അവനിപ്പോ നിൽക്കുന്നത്, എന്തോ ഒരു മിസ്മാച്ച് എവിടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നുന്നു. പക്ഷെ അവൾക്ക് ഡൗട്ട് ഒന്നും നൽകാത്ത രീതിയിൽ അവൻ മുന്നോട്ട് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അധികം വൈകാതെ തനിക്ക് നടക്കുന്ന ചതി തിരിച്ചറിയുന്ന അവൻ മേയെ യുവിൽ നിന്ന് രക്ഷപ്പെടുത്താനായി തീരുമാനിക്കുന്നു. പക്ഷെ എടുത്ത ചാടി വല്ലം ചെയ്താൽ യു മേയെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അറിയാവുന്ന അവൻ നൈസായി തിരിച്ച് യുവിന് പണി കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനായി യുവിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സൂ ആ ഗേൾ ഫ്രണ്ടിനെ ഇപ്പോൾ തന്റെ വേഷം കെട്ടി നിൽക്കുന്ന യുവിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. മറ്റൊരു ഐഡന്റിറ്റിയിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ആൾമാറാട്ടം നടത്തുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവളെ ഇവിടെ വെച്ച് കാണുന്ന അവൻ പതിയെ പതിയെ വേറെ രീതിക്ക് പെരുമാറാനായി തുടങ്ങുന്നു. ഈ സമയം ഇത് തന്റെ സൂ അല്ല, ഇത് യു ആണ് അവൻ വേഷം കെട്ടി നിൽക്കുന്നതാണെന്ന് മേയ്ക്കും കൺഫേം ആവുന്നു. പക്ഷെ അത് മനസ്സിലാക്കി അവൾ നേരിട്ട് അവനോട് അതിനെപ്പറ്റി ഇടപെടാതെ നൈസായി അവന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി അവൻ അവളോട് ചെയ്യുന്ന ചതിയിൽ നിന്നും വീഴാതെ മുന്നോട്ട് പോകുന്നുണ്ട്. കറക്റ്റ് ഒരു സമയം കിട്ടുമ്പോൾ മാത്രം പണി കൊടുത്തില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾക്കും അറിയാമായിരുന്നു. കാരണം സ്വന്തം അമ്മയെ കൊന്നവൻ, സ്വന്തം സഹോദരനെ കൊല്ലാനായി നോക്കുന്നവൻ, അവൻ പിന്നെ ആരോടും കരുണ കാണിക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അവന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനായി അവൾ നോക്കുന്നു. അവൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു മെമ്മറി കാർഡ് അവൾക്ക് കിട്ടുന്നു. അവൾ അത് എടുക്കുന്ന കാണുന്ന അവൻ അവളെ ഉപദ്രവിച്ച് അത് തിരിച്ച് കൈക്കലാക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവിടെ എത്തുന്ന യഥാർത്ഥ സൂ അവനെ അടിച്ച് താഴെ ഇടുകയാണ്. അങ്ങനെ അവർ ആ മെമ്മറി കാർഡ് പരിശോധിക്കുമ്പോൾ അതിൽ യു ചെയ്ത പല തെറ്റുകൾക്കുമുള്ള തെളിവുകൾ ലഭിക്കുന്നു. അതിൽ പെടുന്ന പല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്
അവൻ അവന്റെ ഒരു ബിസിനസ് പാർട്ട്ണറിനെ കൊന്നു. ആ കൊല അവന്റെ അമ്മ കണ്ടു. അമ്മ അത് പുറം ലോകത്തെത്തിക്കും, താൻ അകപ്പെടും എന്ന പേടിയിൽ സ്വന്തം അമ്മയെ അതുമൂലം അവൻ കൊന്നു. അതൊരു ആക്സിഡന്റ് ആയി വരുത്തി തീർക്കാനായി മലമുകളിൽ നിന്ന് അവൻ തള്ളിയിടുകയായിരുന്നു. ഈ ഒരു സമയം അവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് നിൽക്കുകയായിരുന്ന മേ ഇത് കാണുകയും മേ ഇത് പുറത്തറിയാതിരിക്കാനായി അവളെ അവൻ ആക്രമിച്ച് അവൾക്ക് മെമ്മറി ലോസ് ഉണ്ടാവാനായിട്ടുള്ള വിഷം അവളുടെ ശരീരത്തിൽ കുത്തിവെക്കുകയും ചെയ്തു. ഇതവർ മനസ്സിലാക്കുമ്പോഴേക്കും വീണ്ടും അടിയേറ്റ് ബോധം പോയിട്ടുണ്ടായിരുന്ന ഇവരെ ആക്രമിക്കുന്നു. അവൻ വീണ്ടും മേയ്ക്ക് ഓർമ്മകൾ നഷ്ടപ്പെടാനായിട്ടുള്ള വിഷം കൊടുക്കുകയും അവളെ അവരാണ് യഥാർത്ഥ സൂ എന്ന രീതിക്ക് വേഷം മാറി വീണ്ടും പറ്റിക്കാൻ നോക്കുകയും ചെയ്യുന്നു. ഇതേ ടീം യഥാർത്ഥ സൂവിനെ അടിച്ച് ബോധം കെടുത്തി ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ടീം ബോധം വരുന്നുണ്ടെങ്കിലും ബോധം കെട്ട് കണക്ക് തന്നെ അവൻ റൈറ്റ് ടൈം എത്തുമ്പോൾ മാത്രം ആക്ട് ചെയ്യാനായി അവിടെ ഒരു നാടകം കളിക്കുകയാണ്. അങ്ങനെ അവൻ കാര്യങ്ങൾ ഒരുപാട് തെറ്റായ രീതിക്ക് കൊണ്ടുപോകാനായി നോക്കുന്നുണ്ട്. പക്ഷെ യുവിന്റെ ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ അധിക നാള് നീണ്ടു നിന്നില്ല. അവന്റെ ഗേൾഫ്രണ്ട് ആയ മൂസി തന്നെ ഇവൻ ആരാണ്, ഇവൻ ചെയ്ത തെറ്റുകൾ എന്താണ്, സ്വന്തം അമ്മയെ കൊന്നവനാണ് ഇവൻ, സ്വന്തം സഹോദരനെ കൊല്ലാൻ നോക്കുന്നവനാണ് ഇവൻ എന്ന കാര്യങ്ങൾ അറിഞ്ഞ് അവന്റെ തെറ്റുകളൊക്കെ പുറത്തു കൊണ്ടുവന്ന് അവന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായി മുൻകൈ എടുക്കുന്നു. ഒരിക്കലും അവനെ തള്ളിപ്പറയില്ല, ചതിക്കില്ലെന്ന് അവൻ വിചാരിച്ചിരുന്നവൾക്ക് ഒരിക്കലും അവന്റെ തെറ്റുകൾ അറിഞ്ഞ് അവനെ ന്യായീകരിക്കാനായി കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈസിയായി അവനെ ട്രാപ്പിലാക്കാനായി സാധിക്കുന്നു. അങ്ങനെ തന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാനും യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കാനും, അത് തന്റെ സഹോദരനാണെങ്കിൽ പോലും അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും യുവിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന മൂസിയുടെയും ഒപ്പം തന്റെ ഗേൾഫ്രണ്ടായും തന്റെ വൈഫായും ഒക്കെ കൂടി ഉണ്ടായിരുന്ന മേയുടെയും ഒക്കെ സഹായത്തോടു കൂടി സൂവിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നം സോൾവ് ആക്കിയ സന്തോഷത്തിൽ തന്റെ കുടുംബത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്ന സൂ മേയുടെ കൂടെ ഹാപ്പിയായി മുന്നോട്ട് ജീവിക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.